ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ടെക്നിക്കലാകാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ എൻവയർമെൻറ്റ് ഫോക്കസ്ഡ് ആയിരുന്നു. ഇന്ന് കുറച്ച് ടെക്നിക്കൽ നമുക്ക് സംസാരിക്കാം. സോ ഇന്നലെ എന്ന് പറയുന്ന ദിവസം വന്ന ക്യാൻഡിൽ ഞാൻ ഇന്നലെ രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി റെസിസ്റ്റൻസിലാണ് എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസിലാണെന്ന് കാണിക്കാനായിട്ട് നമ്മളിവിടെ ഒരു ചാനൽ നമ്മളിവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് എന്താ സംഭവിച്ചത് നിങ്ങളിന്ന് ക്ലിയർ ആയിട്ടൊന്ന് നോക്കിക്കുക. അല്ല, ഞാൻ കുറച്ചുകൂടെ അടുപ്പിക്കാം. ഏകദേശം നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ഔട്ടിലേക്ക് പോകും എന്നുള്ള ഒരു തോന്നലൊക്കെ തന്ന് ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് നമ്മൾ കൊടുത്ത ആ ചാനൽ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ കറക്റ്റായിട്ട് ആ ചാനലിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ, ആ ചാനലിൽ തന്നെ ഹിറ്റ് ചെയ്ത് അവിടെ നിന്നും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ തിരിച്ച് വീണ്ടും ബ്രേക്ക് ഔട്ട് ഫെയിലുവറായിട്ട് താഴത്തേക്ക് വന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്യാൻ സാധിച്ചില്ല. രാവിലെ വലിയൊരു പുഷ് വന്നു. ആ പുഷിനെ അതിനോടൊപ്പം തന്നെ സസ്റ്റൈനബിലിറ്റി വേണം, അത് ചെയ്യാൻ സാധിച്ചില്ല, നേരെ താഴെ പോയി. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സിമ്പിൾ തിങ്. ഇന്നലെ പറഞ്ഞിരുന്നു, മൊമൻറ്റം ഇല്ല, മൊമൻറ്റം വീക്കാണ്. മൊമൻറ്റം ഇപ്പോഴും വീക്കാണ്. മിനിങ്ങാന്നത്തെ മൊമൻറ്റം, മൺഡേയിലെ മൊമൻറ്റം 57.25 ആണ്, 57.97 ആയി. ഓക്കെ, 58.5 ആയി. മൊമൻറ്റത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ പ്ലസ് സൈഡിൽ വരുന്നുണ്ട്. പക്ഷേ ശരിക്കൊരു ഹ്യൂജ് മൊമെൻറ്റത്തിലേക്ക് പോകണമെങ്കിൽ ഒരു 60ക്ക് മേളിൽ 65 ആർ സി എത്തിയാൽ മാത്രമേ ഒരു സ്ട്രോങ് മൊമെൻറ്റത്തിൻ്റെ പ്രസൻസിനെ കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഇതുവരെ വന്നിട്ടില്ല. അതെന്ന് മുതലാണ് ശരിക്കും? ഈ ദിവസം മുതലാണ്. ഇത് വെള്ളിയാഴ്ച മുതൽ സംതിങ് അറൗണ്ട് 57-58 കിടക്കാണ്. മൊമെൻറ്റത്തിന് കുറവും സംഭവിക്കുന്നില്ല, കൂടുതലും സംഭവിക്കുന്നില്ല, ആ റേഞ്ചിൽ കിടക്കാണ്. സോ ഇന്നലത്തെ ക്യാൻഡിലും ഇതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസിനെ ഹിറ്റ് ചെയ്തിട്ട് താഴെ വന്നു. ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളത് നോക്കിയാൽ, ഇതിൻ്റെ അകത്ത് വലിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുവാണ്. നിങ്ങൾ ഈ ലെവലിൽ നോക്കുവാണെങ്കിൽ നോക്കൂ, ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 23,325, ഈ ക്യാൻഡിലെ ക്ലോസിംഗ് 23,247, ഈ ക്യാൻഡിലെ ക്ലോസിംഗ് 23,350, ഈ ക്യാൻഡിലെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 23,355. സോ 23,355 ഏറ്റവും കുറഞ്ഞ ക്ലോസിംഗ് വന്ന 23,247 തമ്മിൽ ഹാർഡ്ലി 105 പോയിൻ്റ് വ്യത്യാസമേ ഉള്ളൂ. അത് 23,000 എന്നുള്ള ഫിഗറിൽ 23,300 105 എന്ന് പറയുന്നത് എന്താ പറയണ്ടേ, നോട്ട് ഈവൻ ഒരു 1% പോലുമില്ല, ഒരു 0.5% അടുത്തേ ഉള്ളൂ, ലെസ് ദാൻ 0.5%. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അപ്പം ഈ 4 ക്യാൻഡിൽസിൻ്റെ ക്ലോസിങ് തമ്മിൽ ഈ 4 ക്യാൻഡിൽ ക്ലോസിങ് തമ്മിലുള്ള മാക്സിമം ഡിഫറൻസ് 0.05% തൊട്ട് താഴെയാണ്. 0.05% തൊട്ടാണ് ഈ ക്യാൻഡിലും ഇതും തമ്മിലുള്ള ക്ലോസിങ്ങിലുള്ള വ്യത്യാസം. വളരെ ഏറ്റവും ചെറിയ ക്ലോസിങ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ക്യാൻഡിൽ വോളിയമുണ്ട്, നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും വോളിയം കുറഞ്ഞു, അടുത്ത ക്യാൻഡിൽ വീണ്ടും വോളിയം കുറഞ്ഞു. ഈ ക്യാൻഡിൽ ഓൾമോസ്റ്റ് സെയിം വോളിയമാണ്. ഈ ക്യാൻഡിൽ വോളിയം എന്നുള്ള 5.76 മില്യൺ ആണെങ്കിൽ ഇതിൽ 5.91, ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ നമുക്ക് പറയാൻ വലിയ വ്യത്യാസമില്ല. ദാറ്റ് മീൻസ് ഇവിടെ പ്രൈസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു, ഇവിടെ വോളിയത്തിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ബേസിക്കലി വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ എന്ന് പറയും. പക്ഷേ നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ കാണുന്ന വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. ഇവിടെ ഡൈനാമിക് അല്ല, ഡൈനാമിക്കിന് മേളിൽ ഒരു സോണുണ്ട്. അതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ശരിക്കും അത് ഇഷ്ടംപോലെ പഠിക്കാനുള്ള സംഗതിയാണ്. ഡൈനാമിക് നമുക്ക് ഏത് വീഡിയോയിലും ഏത് യൂട്യൂബ് വീഡിയോയിലും ഒരു പരിധിവെക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അതിൻ്റെ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്, ഡിഫറൻറ്റ് സ്കൂൾ ഓഫ് തോട്ടാണ് സ്റ്റാറ്റിക് വോളറ്റിലിറ്റി ലാൻഡ്സ്കേപ്പ്. വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ എന്നുള്ള ഒരു പദമില്ല നമ്മൾ ഉപയോഗിക്കുന്നത്, സ്റ്റാറ്റിക് വോളറ്റിലിറ്റി ലാൻഡ്സ്കേപ്പ്. അതിൻ്റെ കുറേ കാര്യം പഠിക്കാനുണ്ട്. അതിൻ്റെ അത് ബേസിക്കലി നമ്മളൊരു ഇവൻറ്റ്സ് 1 പഠിക്കാനുണ്ട്. ഇവൻറ്റ്സ് 1 ഇന്ന് ഒരു BBC ക്യാൻഡിൽ എന്ന് പറയും, ബ്രോഡ് ബാക്ക് ക്യാൻഡിൽ എന്ന് പറയും, ബ്രോഡ് ബാക്ക് ക്യാൻഡിൽ പഠിക്കാനുണ്ട്. ട്വിൻ ക്യാൻഡിൽ കോൺട്രാക്ഷൻസ് പഠിക്കാനുണ്ട്. അതുപോലെ 3 ക്യാൻഡിലെ കോൺട്രാക്ഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതിൽ പഠിക്കാനുണ്ട്. ദർ ആർ സോ മെനി തിങ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ അത് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ട്രേഡിൽ ദി ബെസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, ഒരു സംശയം വേണ്ട. ആ ലെവലിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വരുന്ന റിട്ടേൺ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഡ്രീം ലൈക്ക് ആണ്. ശരിക്കും നമ്മൾ സാധാരണ പ്രൈസ് ആക്ഷൻ്റെ മേളിൽ, പ്രൈസ് ആക്ഷൻ്റെ നെക്സ്റ്റ് ലെവലാണ് ഡ്രീം ലൈക്ക് റിട്ടേൺസ് ആണ് ആ ലെവലിൽ പഠിക്കാൻ സാധിച്ചാൽ തരുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ആ ലെവലിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ശരിക്കും അത് വളരെ ടഫാണ് പഠിക്കാനും പഠിപ്പിക്കാനും. പക്ഷേ അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയച്ചാൽ എന്നെക്കൊണ്ട് പറയാവുന്ന രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് തീർച്ചയായും ഷെയർ ചെയ്യാൻ സാധിക്കും. prosip23@gmail.com മെയിൽ ചെയ്താൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യാനായിരിക്കും. എനിവേ, ഞാൻ ടെക്നിക്കൽ പോയിന്റിൽ ജസ്റ്റ് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ സംഭവിച്ച 3 കാര്യങ്ങൾ: ഒന്ന്, പ്രൈസിൽ കോൺട്രാക്ഷൻ സംഭവിച്ചു, വോളിയത്തിൽ കോൺട്രാക്ഷൻ സംഭവിച്ചു,
ഇൻഡിക്കേറ്റർ കോൺട്രാക്ഷൻ സംഭവിച്ചു. ഇൻഡിക്കേറ്ററിലും കോൺട്രാക്ഷൻ സംഭവിച്ചിരിക്കുന്ന 4 ഡേയ്സ് ആയിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പാൻഷനിലേക്ക് ഒന്ന് മൂവ് ചെയ്യാൻ നേരത്ത് ഭയങ്കരമായിട്ട് കയറിപ്പോയി. കാരണം കോൺട്രാക്ഷൻ കഴിഞ്ഞാൽ എക്സ്പാൻഷൻ സംഭവിക്കണം, പക്ഷേ എക്സ്പാൻഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, എക്സ്പാൻഷൻ ഫെയിലുവറായിട്ട് താഴെ വന്നു. അപ്പം എങ്ങനെയാണ് എക്സ്പാൻഷനിലേക്ക് കയറിപ്പോകാൻ കാര്യം? ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 23,309 ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് 23,321 ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് എക്സ്പാൻഷൻ വരാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. ആ എക്സ്പാൻഷൻ ശരിക്കും പറഞ്ഞാൽ 23,321 23,474 വരെ സംതിങ് അറൗണ്ട് 150 പോയിന്റോളം കയറ്റിയതിന് ശേഷമാണ് മൊമെൻറ്റം വീക്ക് ആയതുകൊണ്ട് നേരെ താഴെ പോയത്. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ലെവലിൽ തന്നെ റെസിസ്റ്റൻസും വർക്ക് ചെയ്തു, മൊമെൻറ്റത്തിന് ഗ്രോത്ത് കൊടുത്തില്ല, വോളിയം കോൺട്രാക്ഷൻ സംഭവിച്ചു, പ്രൈസ് കോൺട്രാക്ഷൻ സംഭവിച്ചു, ആൻഡ് ഇൻഡിക്കേറ്റർ കോൺട്രാക്ഷൻ സംഭവിച്ചു. സ്റ്റോക്ക് എക്സ്പാൻഷന് ശേഷം സസ്റ്റെയിൻ ചെയ്ത് തിരിച്ചു വന്നു. ഇതാണ് അതിൻ്റെ അകത്തിലെ ടെക്നിക്കൽ വശം. സോ ആ ഒരു പാർട്ട് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ചെയ്തത്. നമ്മളിനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴും മാർക്കറ്റ് വോളിയം വളരെ കുറവാണ്. ഇനി ഒരു ന്യൂസ് വരേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തെ ന്യൂസ് എല്ലാം പ്രൈസ്ഡ് ഇൻ ആയി കഴിഞ്ഞു ശരിക്കും. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച സമയത്ത് US ജോബ് ഡേറ്റ വന്നിട്ടില്ല. ജോബ് ഡേറ്റകൾ വരുമ്പോഴത്തേക്കും കുറേ കൂടെ മാർക്കറ്റ് ക്ലാരിറ്റി കിട്ടും. ആ ജോബ് ഡേറ്റയുടെ ബേസിലാണ് US ഫെഡ് അടുത്ത ഉടനെ തന്നെ മേ ബി ബൈ ജൂലൈയിലോ മേ ബി ബൈ സെപ്റ്റംബറിലോ ഇൻട്രസ്റ്റ് റിവിഷൻ കൊണ്ടുവരണോ വേണ്ടോ എന്നുള്ള തീരുമാനമെടുക്കുന്നത്. ആ ജോബ് ഡേറ്റയ്ക്ക് അക്രോസ് വേൾഡ് മാർക്കറ്റ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ മാർക്കറ്റിന് ന്യൂസിനെ വെയിറ്റ് ചെയ്ത് കിടക്കാണ്. ന്യൂസ് പ്ലസ് ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കറിയില്ല, ഒരു പ്ലസ് ന്യൂസൊക്കെ വന്ന് ഒരു കുറേ കൂടെ സ്ട്രോങ് മൊമെൻറ്റം വന്ന് ഇതിനെ കട്ട് ചെയ്ത് പോകുമെന്ന് വെച്ചാൽ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഒരു റിസൾട്ട്സ് കിടക്കാണ്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ തന്നെ നോക്കും. ഇവിടെ ഈ ലെവലിൽ അന്ന് ആ കഴിഞ്ഞ മൺഡേയിലെ ക്യാൻഡിലാണ് ഈ ലെവൽ മുതൽ ഈ ലെവൽ വരെയുള്ള സോൺ ഇത് സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും. ഈ സോണിന് ഒറ്റ പെട്ടെന്ന് കയറിപ്പോകാനൊക്കെ ഭയങ്കര പാടാണ്. സഡനായിട്ട് ഒറ്റ ക്യാൻഡിൽ കയറിപ്പോകാന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഈ ഡെക്കാണ്, ഇതിൻ്റെ പറയുന്ന പേര് ഇത്രയും നീളമുള്ള ഡെക്കാണ്, അപ്പർ ഡെക്കാണ് വന്നിരിക്കുന്നത്. അപ്പർ ഡെക്കിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ലോങ് അപ്പർ ഡെക്ക് വന്നുകൊണ്ട് തന്നെ അവിടെ സ്ട്രോങ് റെസിസ്റ്റൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുവാണ്. സപ്പോസ് ഇതിനെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ. അല്ല ഇതിനെ ക്രോസ് ചെയ്ത് പോയില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ഒരു ചെറിയ എന്താ പറയേണ്ടത് പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ കാണാൻ പറ്റും. അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്താലുള്ള ലെവൽസ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഈ ലെവൽ ഇതാണ് ഫസ്റ്റ് ലെവൽ. ഈ ലെവൽ ഈ ഒരു സോണിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സോൺ നമുക്ക് വരയ്ക്കാം. ഈ സോണിൽ സംതിങ് അറൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 23,186 അതുപോലെ തന്നെ 23,61 ഇടയ്ക്കുള്ളൊരു സോണിൽ ഒരു പക്ഷേ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതും കൂടെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ട്രേഡ്സ് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. നമുക്കടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ പല പ്രാവശ്യവും നമ്മൾ ഈ കഴിഞ്ഞ 10 ഡേയ്സിനുള്ളിൽ കയറിയ സെക്ടറിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ സംസാരിച്ച സെക്ടറായിരുന്നു 1-2 സെക്ടറായിരുന്നു കൺസപ്ഷൻ, FMCG. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ വേർഡിന് ശേഷം സംതിങ് അറൗണ്ട് 10% FMCGയിലെ നല്ല സ്റ്റോക്കുകൾ പലതും കയറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, FMCG ശരിക്കും ഒന്ന് കയറി വരണമെങ്കിൽ റൂറൽ ഡിമാൻഡ് കയറണം. റൂറൽ ഡിമാൻഡ് കയറണമെങ്കിൽ മൺസൂൺ നല്ല മൺസൂൺ ആയിരിക്കാം, നല്ല ഹാർവെസ്റ്റിംഗ് സീസൺ ആയിരിക്കണം. ഇത് രണ്ടുമാണ് റൂറൽ ഡിമാൻഡിനെ മുന്നോട്ട് നയിക്കുന്ന ശക്തികൾ. അപ്പോൾ സോഫാർ മൺസൂൺ ബെറ്റർ ആയിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല മൺസൂൺ ഏറെക്കുറെ കറക്റ്റ് ടൈമിൽ തന്നെ ഇത്തവണ നമുക്ക് കിട്ടുകയും ചെയ്തു. അത് ഫാമേഴ്സ് സെൻറ്റിമെൻറ്റ്സിനെ വല്ലാതെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാസം വന്ന ഒരു ട്രാക്ടർ ഡേറ്റയിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും FMCG സെക്ടറിൽ നിങ്ങൾ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുക, കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആ സെക്ടറിൽ ഏതെല്ലാം സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, ആ സ്റ്റോക്കുകളിലെ ഫണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ അതിൻ്റെ പ്രയോജനം തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, CPI ഡേറ്റ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് CPI ഡേറ്റ റിലീസ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് 100% ഡേറ്റ റിലീസ് ചെയ്തിരിക്കും. നിങ്ങൾ investing.com പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിട്ടിക്കലായിട്ട് ഫിനാൻഷ്യലിറ്റി പോയിട്ട് ആ ഡേറ്റയുടെ പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും ആ ഒരു ഡേറ്റ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നു. മാർക്കറ്റിൽ ഇന്ന് 5,500 കോടിയുടെ ബൾക്ക് സെയിൽ നടക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ ബൾക്ക് സെയിൽ നടത്തുന്നത് ഇൻഡോഗ്ലോബ് ഏവിയേഷൻ ഇൻഡിഗോയിലാണ്. ഇൻഡിഗോയുടെ പ്രൊമോട്ടർ രാഹുൽ ഭാട്ടിയ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വിറ്റത്. 2% ഓഫ് ദി ഇക്വിറ്റിയാണ് അദ്ദേഹം വിറ്റിരിക്കുന്നത്. അദ്ദേഹം രണ്ടാമത്തെ തവണയാണ് രാഹുൽ ഭാട്ടിയ അദ്ദേഹത്തിൻ്റെ ഇക്വിറ്റി വിൽക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് കമ്പനിയിൽ മോർ ദാൻ 5% സ്റ്റേക്ക് ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ബൾക്ക് സെയിൽ നടന്നത് സിൻട്ര എന്ന് പറയും ഡച്ച് ഇൻഫ്രാ കമ്പനിയാണ്. അവരുടെ 5% സ്റ്റേക്ക് IRB ഇൻഫ്രയിലുള്ള 5% സ്റ്റോക്ക് അവർ വിറ്റു. 1921 കോടിക്കാണ് അവർ ഡൈവേസ്റ്റ് ചെയ്തത്. മൂന്നാമത്തെ വിൽപ്പന നടന്നത് ഹോൺസ കൺസ്യൂമർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. അവർ രണ്ട് ഇൻവെസ്റ്റേഴ്സ് ഫയർസെറ്റ് വെഞ്ചേഴ്സും ആൻഡ് സോഫിന വെഞ്ചേഴ്സും അവരുടെ സ്റ്റേക്സ് കമ്പനികളുടെ സ്റ്റേക്സ് മാർക്കറ്റിൽ കൊടുത്തു. ഇന്ന് ടോട്ടൽ ബൾക്ക് സെയിൽ ഡീല് 5,500 കോടിയിലാണ് നടത്തിയിരിക്കുന്നത്.
മൂന്നാമത്തെ ക്രിട്ടിക്കൽ പോയിൻ്റാണ് LIC റിപ്പോർട്ടഡ് സ്ട്രോങ് ഗ്രോത്ത് അക്രോസ് ഓൾ പ്രീമിയം കാറ്റഗറി.